ഹായ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ കിടന്നിട്ടൊക്കെ എഴുന്നേറ്റിട്ട് എന്തുവാണ് വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്, പ്രത്യേകിച്ചും പ്രായമായ ആൾക്കാർക്ക്. ഓക്കെ, നിങ്ങൾ രാവിലെ ഇതേ കണക്ക് ഉറക്കം എഴുന്നേൽക്കുന്നു. ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ വയ്യാതെ മുട്ടിലൊക്കെ പിടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിങ്ങളിങ്ങനെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുകയാണ് പൊതുവെ പതിവ്. പക്ഷെ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ബെഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 5 സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. ഈ വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിയുടെ ഒരു സർക്കുലേഷൻ, ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ദിവസം മുഴുവൻ നല്ല ചുറുചുറുക്കോടെ നടക്കാനും നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സ്ട്രെച്ചിങ്ങുകളാണ്. നല്ല മൊബിലിറ്റി, നിങ്ങൾക്ക് നല്ലൊരു മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടാക്കി തരാൻ സഹായിക്കുന്ന 5 സ്ട്രെച്ചിങ്ങുകളാണ്. അപ്പം ഞാനത് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ സ്ട്രെച്ചിങ്ങുകളെന്ന്. അപ്പം നിങ്ങൾ രാവിലെ ഇതേ കണക്ക് കിടക്കുന്നു, നമ്മൾ അതിനുശേഷം എഴുന്നേൽക്കുന്നു. ഓക്കെ, നിങ്ങൾ രാവിലെ ഇതേ കണക്ക് തന്നെ നിങ്ങൾ ബെഡിൽ ഉണർന്നതിന് ശേഷം കുറച്ച് നേരം ഇതേപോലെ തന്നെ കിടക്കുക. റിലാക്സ് ആയിട്ട് കിടക്കുക. ഓക്കെ, റിലാക്സ് ആയിട്ട് കിടന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്ട്രെച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഇതേ കണക്ക് ഉയർത്തുക. ഓക്കെ, ഇതാ ഇതേപോലെ ഞാൻ ഈ ഉയർത്തുന്ന കണക്ക് ഉയർത്തുക. മറുകാല് ഇതേ കണക്ക് നിങ്ങൾക്ക് വെച്ചേക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈകൾ പതുക്കെ ഇതേ കണക്ക് നിങ്ങളുടെ ഈ തുടയുടെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം. പിടിച്ചതിന് ശേഷം പതുക്കെ ഇങ്ങനെ നിങ്ങളുടെ ചെസ്റ്റിന്റെ ഭാഗത്തോട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഒരു 10 സെക്കൻഡ്. 1 2 3 4 5 6 7 8 9 10. ഇത് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഈ ഗ്ലൂട്ട് മസിൽ അതിനൊക്കെ തന്നെ ഹാംസ്ട്രിങ് മസിൽ ഒക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. അതിനൊക്കെ തന്നെ നിങ്ങളുടെ ഈ നടുവിൻ്റെ ഭാഗം, ഓക്കെ, ഈ സ്പൈൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഒരു നല്ല സ്ട്രെച്ചിങ് ആണ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടുന്നത്. അപ്പം ഈ കാലിൽ നിങ്ങൾ 10 സെക്കൻഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ അടുത്ത കാല് പതുക്കെ ഉയർത്തിയത് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം മാക്സിമം നിങ്ങളുടെ ചെസ്റ്റിന്റെ ഭാഗത്തോട്ട് നിങ്ങൾ അടുപ്പിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്ട്രെച്ചിങ്. അപ്പം അതിനുശേഷം നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ കണക്കെ കിടന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് ഇതേപോലെ ഉയർത്തുക. ഇങ്ങനെ ഇതേ കണക്ക് നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കാലിൽ നിങ്ങൾ പതുക്കെ ഇങ്ങനെ സൈഡിലോട്ട് കൊണ്ടുവരിക. ഇതേ കണക്ക് നൈസ്, ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇതേ കണക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിപ്പ് ഭാഗം നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. ഹിപ്പ് ഭാഗം അതിനൊക്കെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒരു പൂർവ്വസ്ഥിതിയിലോട്ട് വരിക. വീണ്ടും അടുത്ത കാല് ഇതേ കണക്ക് നിങ്ങൾക്ക് ഉയർത്താം. ഇങ്ങനെ വെക്കാം. വെച്ചതിന് ശേഷം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതേപോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഇവിടെ നല്ല സ്ട്രെച്ചിങ് ആവട്ടെ. ഓക്കെ, നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ട്രെച്ചിങ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ല സ്ട്രെച്ചിങ്ങുകളാണ്. പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്ക് വളരെയേറെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഓടി നടന്നിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കാരണം രാവിലെ തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിയെ നമുക്ക് ആക്ടിവേഷനാക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്ട്രെച്ചിങ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താണ്ടി ഇതേ കണക്ക് ഒരു തലയണ എടുക്കാം. തലയണ എടുത്തതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് വെക്കാം. ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക് നിങ്ങളുടെ ഈ തുടയുടെയും കാലിൻ്റെയും മധ്യഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. ഇതേ കണക്ക് കണ്ടില്ലേ, ഇതേ കണക്ക് വെക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ട് നിങ്ങൾക്ക് കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതേപോലെ നൈസ് മാക്സിമം സ്ട്രെച്ച് ആവട്ടെ. കൗണ്ട് ചെയ്യാം. 1 2 3 4
5, 6, 7, 8, 9, 10. ഓക്കെ, ഈ ഒരു സ്ട്രെച്ചിങ് വഴി നിങ്ങളുടെ ഈ നടുഭാഗം, നിങ്ങളുടെ ഈ നടുവിന്റെ ഭാഗം, സ്പൈൻ ഭാഗം ഒക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ബാക്ക് വശത്ത്, ബാക്ക് ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ആവും. ഓക്കെ, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ കണക്ക് നിങ്ങൾക്ക് ഇരിക്കാം. ഒരു തലയാണ് നിങ്ങൾ ഇങ്ങനെ വെക്കുക. അത് കണക്ക് നമ്മുടെ കാലുകൾക്ക് നല്ല സ്ട്രെച്ചിങ് ആണ്. നമ്മുടെ തൈ മസിൽ, നമ്മുടെ ഈ ഹാംസ്ട്രിങ് മസിൽ ഒക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. അപ്പൊ അത് ഇതേ കണക്ക് സാവധാനത്തിൽ മുമ്പോട്ട് കൈ കൊണ്ട് വെക്കുക. ഇതേപോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സൂപ്പർ ഒരു സ്ട്രെച്ചിങ് ആണിത്. അപ്പം ഇത് നിങ്ങൾ ഒരു 10 സെക്കൻഡ് ഇതേ കണക്ക് ചെയ്യുക. അടുത്ത സ്ട്രെച്ചിങ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്ട്രെച്ചിങ് നമുക്ക് ഇത് 3 സ്ട്രെച്ചിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എഴുന്നേറ്റ് ഇതേ കണക്ക് ബെഡിലിരിക്കാം. ബെഡിൽ ഇതേ കണക്ക് ഇരിക്കുക, നോർമൽ പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം നിങ്ങളുടെ 2 കൈകളും പതുക്കെ ഇതേ കണക്ക് ബാക്കിലോട്ട് കൊണ്ടുപോകുക. ഇതേപോലെ മാക്സിമം എത്രത്തോളം ബാക്കിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ബാക്കിലോട്ട് കൊണ്ടുപോകുക. ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നൈസ്, ഇതേ കണക്ക് കണ്ടില്ലേ, ബാക്കിലോട്ട് കൊണ്ടുപോവുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ നെക്ക് ഭാഗം പതുക്കെ മുകളിലോട്ട് ആക്കിക്കൊണ്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഈസി, വെരി നൈസ്. ഇത് നിങ്ങളുടെ ഈ ഷോൾഡർ മസിൽ, അതേ കണക്ക് തന്നെ ചെസ്റ്റ് മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കും. നിങ്ങളുടെ നെക്ക് ഭാഗത്തിന് നല്ല സ്ട്രെച്ചിങ് കിട്ടും. അപ്പൊ ഇതേ കണക്ക് ബാക്കിലോട്ട് കൈ വെക്കുക. നൈസ്, കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നൈസ്. ഓക്കെ, അപ്പം ഇത് കണക്ക് നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കുക. അടിപൊളി സ്ട്രെച്ചിങ് ആണ്. വീണ്ടും കൈ ഇത് കണക്ക് ബാക്കിലോട്ട് വെക്കുക, ഇതേപോലെ വെക്കുക. നൈസ് സ്ട്രെച്ച്. നെക്ക് മുകളിലോട്ടാക്കുക, മുകളിലോട്ട് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഒറ്റ സ്ട്രെച്ചിങ് കൂടെ ഉള്ളൂ ബാക്കി. അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് ഇരിക്കുക, ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, മാക്സിമം നിങ്ങളുടെ കൈകൾ മുകളിലോട്ട് ഉയർത്തുക, ഇതേപോലെ. ഓക്കെ, ഇതേപോലെ ഉയർത്തിയതിന് ശേഷം പതുക്കെ താഴോട്ട് വരിക, താഴോട്ട് വരിക. മാക്സിമം നിങ്ങളുടെ ആ ഒരു കാലിന്റെ വിരലിൽ കൊണ്ടുവന്നിട്ട് കൈ തൊടുക. ഇതേ കണക്ക് മാക്സിമം ഇതേ കണക്ക് സ്ട്രെച്ച് ആവട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടതിന് ശേഷം നിങ്ങളുടെ കൈകൾ മുകളിലോട്ട് ഉയർത്തുക. ഉയർത്തിയതിനു ശേഷം സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ തൊട്ട് വിരളിൽ തൊടാം. സ്ട്രെച്ച് ചെയ്യുക. 1, 2, ഈ കൈയുടെ എൽബോ മടങ്ങി പോരുത്, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പം ഈ 5 സ്ട്രെച്ചിങ്ങുകൾ നിങ്ങൾ ദിവസവും രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്ന സമയത്ത് ചെയ്തു നോക്കുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റിട്ട് കുറച്ച് വെള്ളം കുടിക്കുക, നിങ്ങളുടെ ദൈനംദിന പ്രവർത്തികളിലോട്ട് പോവുക. നിങ്ങൾ നല്ല സ്ട്രോങ് ആവും, ഫിറ്റ് ആവും. നിങ്ങളുടെ മൊബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അതേ കണക്ക് തന്നെ ഈ നടുവേദന ഉള്ളവർക്ക്, കാലിന് വേദനയുള്ളവർക്ക് ഒക്കെ നല്ല ഉപകാരപ്പെടുന്ന സ്ട്രെച്ചിങ്ങുകളാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ സ്ട്രെച്ചിങ്ങുകളാണ്. അപ്പം നാളെ തൊട്ട് തന്നെ തുടങ്ങിക്കോളൂ. അപ്പം നിങ്ങളെല്ലാവരും നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കുക. നമുക്ക് പ്രായം കൂടുന്തോറുമാണ് നമ്മൾ എക്സസൈസും വ്യായാമങ്ങളും മറ്റുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക. മിക്കവാറും ആൾക്കാരൊക്കെ പ്രായമായി വരുന്തോറും ഇനി എനിക്കൊന്നിനും വയ്യ എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ മുറിക്കകത്ത് ഒതുങ്ങി കൂടുന്നു. കുറെ തൈലവും കുറെ കുഴമ്പുകളോട്ടൊക്കെ ഒതുങ്ങി കൂടുന്നു. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് പ്രായമായി വരുന്തോറും നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ നമുക്ക് സ്ട്രെച്ചിങ്ങുകളും വ്യായാമങ്ങളും വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.